അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് തുടങ്ങിയാലോ? അതാരാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? അതാരാ പറഞ്ഞേ? ആരാ പറഞ്ഞത്? ഇവിടുന്നല്ല, അല്ലല്ലേ? അവിടുന്ന് ആരോ പറഞ്ഞു. അവിടുന്ന് ആരോ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന് റെഡി അല്ലേ? ഞാൻ ഇത് ഏത് കൊച്ചത്? എടാ നിനക്ക് ഞാൻ അപ്പോഴേ കണ്ടില്ല. ഞാൻ നോക്കും പെട്ടെന്ന് പിന്നെ ഡീസന്റ് ആയിട്ട് ഇരിക്കുന്നു. ഞാനത് പറയാതിരുന്നത് എങ്ങാനും എന്നെ പിടിച്ച് മാന്തിയാലോ എന്ന് വിചാരിച്ചിട്ടാ. കത്തിയതേ ഇല്ലത്. അല്ല, ആദ്യമായിട്ടാ ഇങ്ങനെ വെൽക്കം ചെയ്യുമ്പോ ഇങ്ങനെ ഒരു സൗണ്ട് വന്നിട്ടില്ല. അപ്പൊ ഞാൻ എവിടുന്ന് ഈ സൗണ്ട് തന്നെ? ഓക്കെ, ഇനി നമുക്ക് ജഡ്ജസിന് ഇനി വെൽക്കം ചെയ്യണ്ട. ചേച്ചി ഓൾറെഡി തുടങ്ങി വെച്ചു. എനിവേസ്, റിമി ചേച്ചി വെൽക്കം. ഹലോ ഹലോ. ഷാനിക്ക ഇട്ടോ, അത് തന്നെ ഇട്ടോ. അതാണ് മാസല്ലേ പിന്നെ. ഹരിച്ചേട്ടാ. ഹരിച്ചേട്ടൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഷാനിക്ക, ഞാൻ ഈ റിയാലിറ്റി ഷോയിൽ ഞാൻ കേറാൻ തുടങ്ങി അന്ന് തൊട്ട് എന്റെ ആംഗ്യം ഇതാ. എന്നാ എനിക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട്. മിക്കവാറും പോണേന് മുന്നേ ചേച്ചി ഇത് കാണിക്കും എനിക്ക് ഇത്രയും വെറൈറ്റി ആക്കിയപ്പോ ഓക്കെ മതി. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്ന ആളെ ചേച്ചി ഒന്ന് പരിചയപ്പെടേണ്ട ആണല്ലേ? കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, വരുമ്പോ തന്നെ പരിചയപ്പെട്ട് നോക്കാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസിനായി ഞാൻ വെൽക്കം ചെയ്യുന്നു നമ്മുടെ സ്വന്തം പാർത്ഥിവൂട്ടൻ. അതന്നെ പാർവതിയുടെ അറബി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എവിടുന്നാണ് സാർ വരുന്നത്? അറബീസ്. ഇപ്പൊ എവിടെന്നാ വരുന്നേ? ഇപ്പഴാ പത്തനംതിട്ട. പത്തനംതിട്ട വരുന്ന അറബി. അങ്ങനെ പറയരുത്. അൽ പത്തനംതിട്ട പറയൂ. എവിടെന്നാ വരുന്നേ? അൽ പത്തനംതിട്ട. ഇന്ന് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് റൗണ്ടിലായിരിക്കും അല്ലേ? യെസ്. ഞാൻ ഗസ് ചെയ്യട്ടെ ഏതാ പാട്ട് പാടാൻ പോണേന്ന്? പറ. ഈ പാട്ടാണ് പാടാൻ പോകുന്നെങ്കിൽ ഏത് റിയാലിറ്റി ഷോ ആണെങ്കിലും ഈ വേഷത്തിലാണ് വരാ. ദില്ല് ദില്ല് സലാം സലാം. ഫുള്ള് സസ്പെൻസ് ആയിരുന്നു. ഭയങ്കര സസ്പെൻസ് ആയിരുന്നു കേട്ടോ. ചാനക്ക പഠിച്ചു. ഷാനിക്കൊന്നും പറഞ്ഞിട്ടില്ലെന്നങ്ങ് വിചാരിച്ചങ്ങോട്ട് പാടിക്കോളാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പാർത്ഥിവൂട്ടാ, എന്തോ എന്തായിരുന്നു ഇപ്പൊ ഇവിടെ കണ്ടത്? കിട്ടില്ല പെർഫോമൻസ്. ദുബായിലൊക്കെ നീ ഇങ്ങനെയാണോ നടക്കുന്നത്? ദുബായിലാമോ? ദുബായിലാ. എന്റെ സ്കൂളിൽ നിന്നൊക്കെ ദുബായിലാണ്. ഞാൻ ഗ്രേഡ് 3 പഠിക്കണേ. ഗേറ്റ് 3യോ? ഗ്രേഡ് 3. നമ്മൾ ഈ ബോർഡിംഗ് ഗേറ്റ് മറ്റേ എയർപോർട്ടിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഗ്രേഡ് ഒക്കെ മാറ്റി. ഷാനങ്ങളുടെയും നല്ല അതിന്റെയും അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഞാൻ. മീൻസ് ദ ട്രോളടിക്കാരൻ ഓഫ് ദ ജൂനിയേഴ്സ്. എന്താടാ നീ ഇപ്പൊ പറഞ്ഞത്? അതായത് നമ്മൾ രണ്ടുപേരുടെയും ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് അവൻ ട്രോളൻ. റിമിയന്റെ ഒരു കാര്യമാണ്. റിമിയന്റെ ചിരിച്ചു കഴിഞ്ഞാൽ റിമിയന്റെ ഒരു കോമഡി പറഞ്ഞാൽ റിമിയന്റെ തന്നെ ആദ്യം ചിരിക്കത്തില്ല. റിമിയന്റെ ഞാൻ പഠിച്ചു. ഞാൻ ഇനിയും കോമഡി പറഞ്ഞാല് ഞാൻ തന്നെ അങ്ങനെ ചിരിക്കണം കേട്ടോ. വീട്ടിൽ ആരും ചിരിച്ചില്ല, നീ തന്നെ ചിരിക്കണം. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എങ്ങനെ തോന്നുന്നു? നന്നായി പാടിയോ? നന്നായിട്ട് പാടി. സൂപ്പറായി പാടി അല്ലേ? അതാണ് സെൽഫ് കോൺഫിഡൻസ്. അത് കണ്ടോ? അടിപൊളി. അതെ, പാർത്ഥിവൂട്ടന്റെ അച്ഛൻ ഈ ഒരു ഷെഡ്യൂളിൽ ഇവന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ദുബായിൽ വന്നതാണ്. ഓ ശരി. എങ്ങനെയാ വീട്ടില് ഒരാളാണോ? ഒരെണ്ണം മതിയല്ലോ അല്ലേ? ഒരെണ്ണം മതിയല്ലോ. നല്ല നേരം പോക്കായിരിക്കും അല്ലേ? ഫുൾ ആക്റ്റീവ് ആണ്. എന്താ പറയാ, ഫുൾ ടൈം എന്റർടൈൻഡ് ആയിരിക്കണം പുള്ളിക്ക്. ചേച്ചി, സൂപ്പർ സ്റ്റാറിന്റെ ആദ്യത്തെ സീസണിലെ ഓഡിഷനിലെ നമ്പർ 1 ചേട്ടനായിരുന്നു. ശരി. കിട്ടിയില്ല. തനിച്ചിരുന്ന് ഉറങ്ങുന്ന ചെറുപ്പക്കാരാ, എനിക്ക് മനസ്സിലായില്ല. അന്നേരം അതിന്ന് അച്ഛൻ ഇപ്പൊ ഒരു ഭാഗ്യം കിട്ടി. അച്ഛന്റെ മോനിൽ നിന്ന് അച്ഛന്റെ സൂപ്പർ സ്റ്റാറിന്റെ സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു.
അപ്പൊ എന്തായാലും ഈ ഷെഡ്യൂൾ ചെയ്യുമ്പോഴേക്കും തിരിച്ചു പോവല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് രണ്ടുപേരും കേട്ടിട്ട് നമ്മൾ വിടുന്നുള്ളൂ. ചേട്ടൻ നന്നായി പാടുമല്ലോ. തീർച്ചയായിട്ടും. ഷൈനി പിന്നെ അമ്മയുടെ കയ്യിൽ ഒന്ന് മൈക്ക് കൊടുക്കണം. പാട്ട് പക്ഷെ ചെറിയൊരു കാര്യമുണ്ട്, അമ്മ പാടത്തില്ല. ഞാൻ അമ്മയെ കൊണ്ട് പാടിക്കാനല്ല. അയ്യോ ഭാഗ്യം. പാട്ട് കഴിഞ്ഞതും ഇത്രയും അടിപൊളി ഫാസ്റ്റ് ട്രാക്ക് റൗണ്ടിൽ പാട്ട് കഴിഞ്ഞപ്പോ അമ്മ ഒന്ന് കരഞ്ഞു. എന്താ പറ്റിയത്? ശരിക്കും കരഞ്ഞ? ഒന്ന് വാ ഞാൻ ശ്രദ്ധിച്ചില്ല. അതാ സന്തോഷം കൊണ്ടല്ലേ. എന്ത് പറ്റി പെട്ടെന്ന്? സന്തോഷത്തിന്റെയും ആദ്യം എനിക്ക് കുറെ ലിറിക്സ് തെറ്റിയിട്ടൊക്കെയാണ്. അത് അപ്പൊ അമ്മക്ക് ഇത്തവണ ഞാൻ ഫുള്ള് കറക്റ്റ് ആയിട്ട് പാടിയതിന്റെ ഒരു സന്തോഷം കൊണ്ട് അമ്മ എനിക്ക് കരഞ്ഞു പോയി. അമ്മ വിചാരിച്ചില്ല ഇത്ര കറക്റ്റ് ആയിട്ട് പാടൂന്നേ ലിറിക്സ് ഒക്കെ. പറ എന്ത് പറ്റി? ആക്ച്വലി ഞാൻ ഹൈ പോർഷൻ ഒന്നും കിട്ടുന്നില്ലായിരുന്നു ട്രയൽ എടുത്തപ്പോഴും. അപ്പൊ കിട്ടുമോന്നുള്ളൊരു ടെൻഷനിലിരിക്കുക ഞാൻ. പക്ഷെ അത് കിട്ടിയപ്പോ സന്തോഷം. അവൻ എങ്ങനെ പാടിയാലും അത് വർക്കിംഗ് ആണ്. അവന്റെ പ്രായത്തിനുള്ള രീതിയിൽ അവൻ അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. ഭയങ്കര സന്തോഷം. ലിറിക്സ് തെറ്റിക്കാതെ കോൺഫിഡൻസോടുകൂടി പാടിയതിൽ ഭയങ്കര സന്തോഷം. ഞാനൊന്ന് മൂവ് ചെയ്ത് കൊടുത്തേ ഞാൻ അവൻ മെല്ലെ മെല്ലെ കോൺഫിഡൻസ് കയറി. കഴിവ് അച്ഛന്റെ ആണെങ്കിലും കൂടെ നിൽക്കുന്ന ഫുള്ള് ഞാനാ. ജോലി ദുബായിന്ന് വന്നിട്ട് ഇത് കേട്ടോ. ഞാനെന്തിനാ ഞാൻ അവിടെ ഇരുന്ന് ടി വി കണ്ടോടായിരുന്നു അത്. അടിപൊളി. താങ്ക് യു. സൂപ്പർ. ഓക്കെ ഹരിച്ചേട്ടാ. പാർത്ഥിവ്, എന്തോ നീ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അതിനൊരു വലിയ കയ്യടി. താങ്ക് യു. നിനക്ക് കറക്റ്റായിട്ട് ചേരുന്നൊരു പാട്ടും അതിനു പറ്റിയൊരു വേഷവും എല്ലാം കൊണ്ട് നീ ഇന്ന് വന്നു. അതുകൊണ്ട് മൊത്തത്തിൽ നല്ല രസമായിരുന്നു ഇവിടെ നിന്ന് കാണാൻ കേട്ടോ. അപ്പം പാട്ടിലേക്ക് വരുമ്പം അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ സർവ്വസാധാരണം. മോൻ്റെ പ്രായം വെച്ചിട്ട് ഞാൻ ഇപ്പം ഭയങ്കര വിശദീകരിച്ച് അങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ല. മോൻ്റെ പ്രായം അനുസരിച്ച് നീ നന്നായിട്ട് പെർഫോം ചെയ്ത് എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ഒക്കെ ചെയ്ത് പാടി കേട്ടോ. ഞാൻ എൻജോയ് ചെയ്തു. പിന്നെ ഈ പറയുന്ന പോലെ ടെക്നിക്കൽ ഇഷ്യൂസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, ബ്രത്ത് പോകുന്നതും. പിന്നെ പക്ഷെ എന്നാലും എന്താ പറയുക, ഇങ്ങനെ ഒരാളുടെ അടുത്ത് നമുക്ക് അങ്ങനെ ഒരുപാട് ശ്രുതി തെറ്റി എന്നൊന്നും പറയുന്നില്ല. അപ്പം അടിച്ചു പൊളിച്ച് പാടി പോവുക. ഒരുപാട് ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. പാട്ട് നന്നായിട്ട് പഠിച്ചിട്ട് ഇതുപോലെ അങ്ങ് പോയാൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ചക്കരെ, നിന്നെ കണ്ടു കഴിഞ്ഞ ഒരു കുഞ്ഞ് അറബി കുട്ടി. എന്റെ ശരിക്കുള്ള പരിവ എങ്ങനെയാണ് കണ്ടേ? ഈ കുളി ഗ്ലാസ് കണ്ടായിട്ട് ശരിക്കുള്ള കുഴി ഗ്ലാസ് മാറ്റിക്കുന്നത് കണ്ടോട്ടെ. കണ്ണിന് കാഴ്ചശക്തി ഇത്തിരി കുറവുണ്ട്. അതുകൊണ്ട് ഇനി പ്രായമായിട്ടായിരിക്കും. അതെ, അതുകൊണ്ട് വേറൊന്നുമല്ല. ചക്കരെ, നിനക്ക് എത്ര വയസ്സുണ്ട്? 1ാം ക്ലാസ്സിലാ? 1ാം ക്ലാസ്. അതിനെക്കാട്ടിലും 2 വർഷം മൂത്തതാ. 3ാം ക്ലാസ്. 3ാം ക്ലാസ്സിലായല്ലേ? ഓക്കെ, രസമായി പാടി. താരകളേ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ പാട്ട് ഇന്നും ഇതൊക്കെ ഇപ്പോഴും സ്റ്റേജിൽ കലക്കണ പാട്ടാ. ഇതുപോലെ ഒരു പാട്ട് വേറെ ഇല്ല. ശരിയാ, ഈ പാട്ട് ഇന്നും എടുത്തോണ്ട് വരുന്ന ഇന്നും പാടുന്നതെന്ന് വെച്ചാല് ഇതുപോലെ ഡ്രസ് ചെയ്ത് വരാൻ ഇങ്ങനെ ഒരു പാട്ടേ ഉള്ളൂ. അതുപോലെ ജയറാമേട്ടന്റെ വിഷ്വൽ അടക്കം ഷാർജ ടു ഷാർജ എം ജി ശ്രീകുമാർ പാടിയ ഒരു ഷാർജ ടു ഷാർജ പേര് തന്നെ. എന്ത് സ്ഥലം? അങ്ങനെ ഒരു സ്ഥലമുണ്ട് ദുബായിൽ, അറിയാവോ? അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഷാർജ. എന്റെ വീട് അവിടെ ഇല്ലയോ? ഷാർജയിലാണോ? ഷാർജ മൊബൈല. പിന്നെ ഷാർജ ഷെയ്ക്ക് കുടിക്കാറുണ്ടോ? ഷെയ്ക്ക് ഇല്ല, അവിടെ ഒന്നും പോയിട്ടില്ല. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഒത്ത എതിരാളി. ഓക്കെ, അപ്പൊ തകർത്തു കേട്ടോ. അപ്പൊ നേരെ ഇനി ദുബായിക്കാണോ? ദുബായിക്കല്ല, പത്തനംതിട്ടയില്. അച്ഛനാണ് ദുബായിക്ക് പോയത്. ആണല്ലേ? അപ്പൊ അച്ഛ ഇത് വന്നത് കൊണ്ട് നഷ്ടമൊന്നും അല്ല. നല്ല കുറച്ച് ഒരു എന്താ പറയാ, കുറച്ച് നല്ല മൊമെന്റ്സ് ഒപ്പിയെടുക്കാൻ സാധിച്ചില്ലേ? തീർച്ചയായിട്ടും. താങ്ക് യു റിമി ചേച്ചി. താങ്ക് യു. പാർത്ഥിവ്, മോനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഈ പാട്ടിന് എന്താണോ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ പാടുന്ന സമയത്തൊന്നും അളിയൻ അത്ര ഹാപ്പി അല്ല. ഭയങ്കര ഗൗരവത്തിലാണ് അവൻ പാടുന്നത്. ഇങ്ങനെ നിന്നിട്ടാണ് പാടുന്നത്. ചിരിയോ കളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. കൂളിംഗ് ഗ്ലാസ് വിട്ടിട്ട് ഏതോ ഒരു ശമ്പളം കിട്ടാത്ത ഒരു അറബിയുടെ ഒരു ഇതായിരുന്നു. ആ ഡാൻസ് ഒക്കെ ഓക്കെ, പക്ഷെ ബാക്കിയുള്ള സമയത്തൊക്കെ ഭയങ്കര സ്റ്റേണായിട്ട് ഒരു ഗൗരവത്തിൽ ഉള്ള ഒരു അറബിയായിരുന്നു. എന്നിരുന്നാലും പിന്നെ ഹരി നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കലി നമ്മൾ കീറി മുറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ ബ്രെത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ചില വാക്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കട്ടായി പോയി. ബട്ട് അഗൈൻ ഞാൻ വീണ്ടും പറയുന്നു, മോൻ്റെ പ്രായത്തിന്
ഇത് ബെസ്റ്റാണ്. താങ്ക് യു. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഇത്രയും ആളുകൾ അവിടെ സ്റ്റേജിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സംഭവം ഉണ്ടാവണല്ലോ. അതെ, അപ്പൊ ആ സംഭവം എന്തായാലും പാർത്ഥിവിന്റെ കയ്യിൽ ഉണ്ട്, ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ. അയ്യോ, ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ. അപ്പം അത്രേ ഉള്ളൂ പാർത്ഥിവ. അപ്പം അടുത്ത തവണ ഒരു ഉഗ്രം പാട്ടുമായിട്ട് വാ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഇനിയും ചേച്ചി പറയാൻ വരുന്നത് എന്തോ എനിക്കറിയാം, മാർക്കിന്റെ കാര്യമില്ലേ? അത് നമുക്ക് അന്ന് വേണ്ടേ? വേണം. പിന്നെ അതല്ല ഞാൻ ഇപ്പൊ പറഞ്ഞത്, നമുക്ക് അറിയാവുന്ന. ഓക്കെ, എന്നാ ചോദിക്കാം. നമുക്ക് ചോദിക്കട്ടെ ഹരിച്ചേട്ടാ? അപ്പൊ നമ്മൾ 3 പേരും കൂടെ തീരുമാനിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തപ്പോ 3 പേർക്കും പതിവ് പോലെ സെയിം മാർക്സ് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് അത് 3 പേരും കൂടെ ഒന്നിച്ച് പറയാൻ അങ്ങ് വിചാരിച്ചു. അത് നല്ലൊരു. അത് വെറൈറ്റി ആണെന്ന് റിവ്യൂ പറഞ്ഞു. യെസ്, റെഡി, 1 2 3 സ്റ്റാർട്ട്. താങ്ക് യു. 24 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഹാപ്പി അല്ലേ? ഹാപ്പി ഹാപ്പി. അപ്പൊ ഇനി നിന്റെ പാട്ട് കഴിഞ്ഞു. ഇനി അച്ഛന്റെ 2 വരി കൂടെ കേട്ടിട്ട് നമുക്ക് പോവാം. നളിനങ്ങൾ നീന്തുന്ന നയനങ്ങളിൽ നിഴൽ പോലെ വന്നു ഞാൻ ഈഴഴകി. നളിനങ്ങൾ നീന്തുന്ന നയനങ്ങളിൽ നിഴൽ പോലെ വന്നു ഞാൻ ഈഴഴകി. പവിഴങ്ങൾ ചോരുന്ന ചുണ്ടിൽ നിന്നും പൊഴിയുന്നതെന്നുമെന്നാമമല്ലേ, അറിയാതെ കാൽവിരൽ കുറിമാനമെഴുതുന്നു. ദേവി 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 ദേവി. അമ്മലയിൽ പൊന്മലയിലൊരോമൽ കൂട്ടിൽ ചേക്കേറും കിളിയമ്മിപ്പോ. അമ്മലയിൽ പൊന്മലയിലൊരോമൽ കൂട്ടിൽ ചേക്കേറും കിളിയമ്മിപ്പോ. മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ, ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തേ മൗനം മയങ്ങുന്ന മോഹങ്ങൾ. തൂവൽ തുമ്പിലെ സിന്ദൂരമാണു ലാലാ 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 സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഭഗവതി. അപ്പോ കൺഗ്രാറ്റ്സ്, നല്ല മാർക്ക് കിട്ടി. നല്ല ശബ്ദവും നല്ല സൂപ്പർ. താങ്ക് യു. ഓക്കെ, സൂപ്പർ സ്റ്റാറിലെ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർ നോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അടുത്തതായി സോൾഫുൾ മെലഡി റൗണ്ടിൽ പാടാൻ എത്തുന്നത് എന്റെ ശത്രുവാണ്. ശത്രു, ലെറ്റ്സ് വെൽക്കം വൈഗ ലക്ഷ്മി. വൈഗ, എന്തോ ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. ലാസ്റ്റ് അവിടെ വെറുതെ കേട്ടാ, ശരിക്കും നിനക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്. എന്ത് ചെയ്യാനാ? റിമി ചേച്ചി, ഒരു കാര്യം പറയാൻ മറന്നുമായിരുന്നു. ചേച്ചിയാണ് ഗസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ പറയായിരുന്നു. പണ്ട് റിമി ഇവളുടെ ആക്റ്റീവ്നെസ് ഒക്കെ കണ്ടിട്ടേ റിമി ടോമിയെ പോലെയാണെന്ന് പറയായിരുന്നു. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു.
എന്നിട്ട് ചികിത്സിച്ച് ഭേദമാക്കാനൊക്കെ ശ്രമിച്ചില്ലേ? ഇല്ല അല്ല, റിം ചേച്ചി സത്യം പറഞ്ഞാൽ എൻ്റെ റോൾ മോഡലാണ്. ഞാൻ പണ്ട് എനിക്ക് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 2-3 വർഷം മുമ്പ് എനിക്ക് ഞാൻ ഭയങ്കര ഗുണ്ടുമണി സുഖമില്ലായിരുന്നു എന്നൊക്കെ. അല്ല, ചേച്ചി അങ്ങനെ ആയിരുന്നല്ലോ. അപ്പം ചേച്ചിയുടെ ട്രാൻസ്ഫോർമേഷൻ കണ്ട് ഇൻസ്പയർ ആണ് ഞാനിപ്പം. നല്ലതാ. അപ്പൊ എന്തായാലും ജഡ്ജ്മെന്റിലേക്ക് പോവാം. ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. ഷാനിക്ക, ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാ മോളെ? MG രാധാകൃഷ്ണൻ സാർ, ഹരിശങ്കർ സാറിന്റെ അപ്പൻ. അതെ. അപ്പൊ എന്നാ പിന്നെ എന്നാ ഇവിടുന്ന് പിന്നെ ഹരിച്ചേട്ടനി തന്നെ തുടങ്ങണം. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഒരുപാട് തവണ സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട് ഈ പാട്ട്. എന്റെ സ്ഥിരം പാട്ടായിരുന്നു ഇത്. അന്ന് രണ്ടുപേരും ഇത് കഴിയുമ്പോ കേൾക്കണം. ഇതെന്തായാലും പാടണം. അതെ 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 അതെ. ആ. പക്ഷെ മോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പാടിയത്. താങ്ക് നന്നായിട്ട് പാടി. യു. ചിത്രമായി അങ്ങനെ പാടി വെച്ചേക്കുന്ന ഒരു പാട്ടാ. ഇതിന്റെ എക്സ്പ്രഷന്റെ ഒരു പാട്ടാണിത് ഫുൾ. അപ്പം എനിക്ക് ഒരു ലൈൻ മാത്രം അതില് ആ ഒരു മേ ബി അത്രയും ഞാൻ കേട്ടതുകൊണ്ടായിരിക്കും. നീ പാടും ഗാനം, എനിക്ക് ആ ഒരു പോർഷൻ കുറച്ചുകൂടി ഫീൽ വരുത്താൻ തോന്നി. അത് വെറുതെ അങ്ങ് പാടിക്കളഞ്ഞു. ഞാൻ അതിന് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ വരും. പക്ഷെ ഒരു 90% എനിക്ക് ഭയങ്കര ഹാപ്പി ആയി. താങ്ക് യു. നല്ല സെലക്ഷൻ, നല്ല സോങ് സെലക്ഷൻ. ഓഫ് കോഴ്സ് താത്തയുടെ ഒരു ഉഗ്രം പാട്ടാണ്. ഞാൻ വളരെ എൻജോയ് ചെയ്തു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക, വൈക എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ, താങ്ക് യു. മോളെ ഈ പാട്ട് ഗംഭീരമായിട്ട് പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു വെർസറ്റാലിറ്റി ആണ് നമ്മൾ ഈ ഷോയിലൂടെ നമ്മൾ കാണിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എന്തായാലും ഇവിടുന്ന് കിട്ടുന്നുണ്ട്. എനിക്ക് ഇഷ്ടമായത് ഇതിന്റെ അനുപല്ലവിയും ചരണവും ഭയങ്കര ട്രിക്കി ആയിട്ടാണ് തുടങ്ങുന്നത്. ആ സ്ട്രിങ്സിന്റെ 2-3 പീസ് വന്നിട്ട് പെട്ടെന്ന് ടക്ക് എന്ന് പറഞ്ഞിട്ടാണ് അത് കറക്റ്റ് പിടിച്ചില്ലെങ്കിൽ അത് പോവും, കയ്യിൽ നിന്ന് പോവും. അതൊക്കെ കൃത്യമായിട്ട് മോള് പാടി. എനിക്കും ആ പറഞ്ഞ വരി കുറച്ചുകൂടെ ഡൈനാമിക്കലി ഫീൽ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടി. അത്ര തന്നെ അടിപൊളിയായിട്ട് പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ചേച്ചി. വൈകക്കുട്ടി, എന്തോ ഈ പാട്ട് നല്ല സോങ് സെലക്ഷൻ. എന്റെ പൊന്നെ, എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ട്. ചിത്ര ചേച്ചി, എന്തമ്മീ ചുണ്ടത്ത്, ആ ചുണ്ടത്ത് എന്നൊക്കെ ആ പറയുന്ന വാക്കുകൾ പ്രൊണൗൺസ് ചെയ്യുന്ന രീതി, മിണ്ടാത്തതെന്തമ്മീ നാണം ആ നാണൊക്കെ എടുക്കുന്ന മോളൊരു രസമായിട്ട് ചെയ്ത. ലാസ്റ്റ് എന്തോ ഇത് പാടിക്കാൻ ആ ഒരു ലൈൻ പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് പല്ലവി അടിപൊളി. എനിക്ക് വയ്യ. രസമുണ്ട്. അതുപോലെ ലിറിക്സ് വി മധുസൂദനൻ നായർ. അതൊക്കെയാണ് നമ്മൾ അങ്ങനെ അദ്ദേഹത്തിന്റെ വളരെ വളരെ റെയർ ആയിട്ടുള്ള ചില പാട്ടുകളാണ് നമ്മൾ കാണാറുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ ഈ പാട്ട് എപ്പോഴും ഒരു ക്ലാസിക് ഇതായിട്ട് നിൽക്കുന്നതും ഇവരുടെ കോംബോയിൽ അങ്ങനെ നമ്മൾ ചിത്ര ചേച്ചി എല്ലാവരും കൂടെ ചേർന്നപ്പോൾ ഒരു പാട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് കേട്ടോ. സൂപ്പറായി പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും നല്ല കമന്റ്സ് ഒക്കെ കേട്ട് ഭയങ്കര ഹാപ്പിയാണ്. ഇനി നേരെ മാർക്സിലേക്ക് പോവാം. ഹരിച്ചേട്ടാ, ഒരു ഉഗ്രൻ പെർഫോമൻസിന് ഞാൻ 9 മാർക്സ് തരുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഷാനിക്ക, ഈ അത്യുഗ്രൻ പെർഫോമൻസിന് ഞാനും 9 തരുന്നു. ചേച്ചി, ഈ കിടിലം പെർഫോമൻസിന് ഞാൻ തരുന്നു വെറൈറ്റി മാർക്ക് 9. താങ്ക് യു. 27 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത് വൈകയ്ക്ക്. താങ്ക് യു. സൂപ്പർ. അപ്പൊ എന്റെ അമ്മയെ ചുണ്ടത്ത് കളിക്കുന്നത്. എന്റെ അമ്മയല്ലേ? അത് എന്റെ അമ്മയുടെ ജീവിക്കാൻ പാട്ട് വേറെ. അത് ഷാനിക്കയുടെ പാട്ടൊന്നും. ഇത് എന്റെ അമ്മേ, മറ്റേ എന്റെ അമ്മേ എടേ. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും നെക്സ്റ്റ് പാട്ട് നമുക്ക് പൊളിക്കണം. ഇതുപോലെ തന്നെ മാർക്സും വാങ്ങണം. ഓക്കെ, ഓക്കേടാ. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസ് ഒരു ഫാസ്റ്റ് ട്രാക്ക് റൗണ്ട് ആണ്. അപ്പൊ നമ്മുടെ ഗൗതമാണ് പാടാൻ വരുന്നത്. അടിപൊളി. വിളിക്കാം. വരാൻ പറ. സോ ലെറ്റ്സ് വെൽക്കം ഗൗതം. വട്ടികഠാര വെടിപ്പട്ടഹമോടെ ജനമിടി തുടങ്ങി മഹനെ തൊട്ടുകഠോര കുട്ടി ശകടമാണ് ശനി ശരണമാര ശിവനെ. ഗൗതം, എന്തോ അടിപൊളിയായിരുന്നോടാ. സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു. ഫുള്ള് നമ്മൾ മറ്റേ
ആ താമരാക്ഷമുള്ള ബസ്സും അശോകൻ ചേട്ടന്റെയും ദിലീപേട്ടന്റെയും നമ്മുടെ നിത്യചേച്ചിയുടെ പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ ഫുള്ള് മനസ്സിൽ വന്നു ആ സിനിമ മൊത്തം. അപ്പൊ എന്തായാലും നമുക്ക് ചോദിക്കാതെ ജഡ്ജസിന്റെ അടുത്ത്. ശരി. ഷാനിക്ക. ഗൗതം എന്താ സാർ? നന്നായിട്ട് പാടി. താങ്ക് യു സാർ. പാട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ഗൗതം, ഈ പാട്ടിനൊരു ക്യാരക്ടർ ഉണ്ട്. ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ ശ്രീകുട്ടൻ ചേട്ടൻ ഇടിച്ചിടിച്ചാണ് പാടിയത്. ഓരോ വാക്കും എടുത്ത് പ്രൊണൗൺസ് ചെയ്ത് ഇടിച്ചിട്ടാണ് ശ്രീകുട്ടൻ ചേട്ടൻ പാടിയത്. ഗൗതം പാടിയത് ഭയങ്കര പ്ലെയിൻ ആയിട്ടാണ് പാടിയത്. എനിക്ക് ആ ഒരു ഓരോ വാക്കിനുള്ള ഒരു അറ്റാക്ക് കുറച്ചുകൂടെ വേണമെന്ന് എനിക്ക് തോന്നി. ഞാൻ പറയുന്നത് പിച്ചിൻ്റെ അല്ല ഞാൻ പറയുന്ന വാക്കുകൾക്കുള്ള അറ്റാക്ക് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ വേണമെന്ന് എനിക്ക് തോന്നി. ഒരു പ്ലെയിൻ ആയി പോയ പോലെ തോന്നി. ഓഫ് കോഴ്സ് ആക്ടിവിറ്റീസ് ഉണ്ട്, പുറകിൽ ബസ് ഉണ്ട്, പിള്ളേരുണ്ട്, അടിപൊളി, അതൊക്കെ ഓക്കെ. പക്ഷെ ഈ പാട്ടിൻ്റെ ക്യാരക്ടറിന് നമ്മളൊന്ന് വിട്ടു നിന്നിട്ടാണ് പാടിയത്. കുറച്ചുകൂടെ ഒന്ന് അടിച്ച് പാടാമായിരുന്നു. ആക്ടിവിറ്റീസ് ഒക്കെ ഓക്കെ, എല്ലാ പാട്ടും ഇടിച്ച് പാടണം എന്നല്ല ഞാൻ പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആരോ ഒരു ആൾ പാടിയപ്പോൾ അത്ര അറ്റാക്ക് വേണ്ടെന്ന് നമ്മൾ പറയും. കാരണം ആ പാട്ടിന് അത്ര അറ്റാക്കിൻ്റെ ആവശ്യമില്ല. ഈ പാട്ടിന് ഇങ്ങനത്തെ ഇടിച്ചിടിച്ച് പാടുന്ന ആ ഒരു അറ്റാക്കിൻ്റെ ആവശ്യമുണ്ട്. അത് ഫീൽ ചെയ്തില്ല. പ്രത്യേകിച്ച് വരികളൊക്കെ വടി കഠാര വെടി ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് ഇടിച്ചിടിച്ച് ഇങ്ങനെ പോവില്ലേ, അപ്പം അതങ്ങോട്ടേക്ക് എത്തിയില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇത് ഇവർ എന്താ പറയണതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. ഗൗതം. എന്താ സാർ? അപ്പൊ മോനെ, അത് ഇത്രയും ഒരു റിസ്ക്, ഇത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും എളുപ്പമാണെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും ചിരിക്കാൻ വേണ്ടി ഈ പാട്ട് കാണുന്നത്. അതെ, ഫുൾ ഫണ്ണാണ്. ദിലീപേട്ടനും ഹരിശ്രീ അശോകൻ ചേട്ടനും ആ എലിയും ഇവരുടെ ആ ഒരു കോമ്പിനേഷൻ. അയ്യോ, ആ ബസ്സിന്റെ അകത്ത് നടക്കണ സംഭവങ്ങള് ഈ ഓടിക്കൊണ്ടിരിക്കുമ്പോ ബ്രേക്കില്ല അതിന് പറ്റിയൊരു ട്യൂൺ വന്നതും ഈ ലിറിക്സും ഇതെല്ലാം കൂടെ പൂജയൊക്കെ നടത്തിയ ബസ്സിന്റെ അകത്ത് എന്തൊക്കെ ബസ്സിൽ ചെയ്യാവോ, സിനിമ കാണിക്കുക, ഉറങ്ങുക, എല്ലാം. അപ്പൊ മോന്റെ പാട്ടിലേക്ക് വരുമ്പോ ഒരു ത്രോ കുറവായിരുന്നു, ഒരു പഞ്ചില്ലേ. ഇപ്പം പറക്കും തെളിക ഇത് മനുഷ്യനേറി കറക്കും തെളിക, ആ ഒരു വടികടാര വെടി പടകമോട് തുടങ്ങി മകനേ, ഒരു ഫ്രീ സാധനമാണ്. ഒരു മറ്റേ എറിഞ്ഞു പാടെന്ന് പറയില്ലേ, ഒന്നും ഒരു ഇൻഹിബിഷനും ഇല്ല. ഇത് അങ്ങനെ അങ്ങ് പാടേണ്ട പാട്ടാ. അപ്പൊ അങ്ങനെ പാടി വെച്ചേക്കുന്ന കൊണ്ട് നമുക്ക് കുറച്ച് പ്രയാസമാണ് കുറെ കാര്യങ്ങളൊക്കെ ഇത് പാടി ഫലിപ്പിക്കാം. അപ്പം പക്ഷെ മോൻ കുറെ ട്രൈ ചെയ്തു, പക്ഷെ ആ ഒരു പഞ്ച് എനിക്ക് കിട്ടിയില്ല, ആ ഒരു ത്രോ ഇല്ലേ, ഇവിടെ എനിക്കതൊന്നും കിട്ടിയില്ല. പക്ഷേ നൈസ് അറ്റംപ്റ്റ്. പിന്നെ കുറെ സ്ഥലത്ത് ടെമ്പോ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, കുറച്ച് സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു. അയ്യോ, അത് നമുക്ക് അവനെ കുറ്റം പറയാൻ ഒരു വഴിയില്ല. എന്റെ അമ്മോ, ഇതിങ്ങനെ കടകടകടകടകടന്ന് പറഞ്ഞിട്ട്. കാരണം ഇതിന് 2-3 ഷീറ്റ് ഉണ്ട് ഈ പാട്ട്. അതെ, 2-3 ഷീറ്റ് ഉണ്ട്. ചെറിയ പാട്ടല്ല അതും. അത് പക്ഷെ നമ്മൾ സമ്മതിക്കണം, ഇത്രയും അവൻ മനപ്പാടാക്കിയിട്ട് പഠിച്ചു എന്നുള്ളത് അത് അടിപൊളി. എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഞാൻ ആകെ ഒരു പോയിന്റ് ഇവനോട് ഒരു കൺഗ്രാറ്റുലേഷൻ പറയാൻ വേണ്ടി വെച്ചേക്കുമായിരുന്നു. അത് ഞാൻ എടുത്തു. അപ്പൊ എന്റെ ശരി കേട്ടോ, ഓക്കെ ബൈ. കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എന്താ പറയാ, സൂപ്പർ സ്റ്റാറിന്റെ സെറ്റിന് നമ്മള് ഒരു ബിഗ് ക്ലാപ്സ്. ഈ താമരാക്ഷം പിള്ള ബസ്സൊക്കെ കയറ്റി എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത് ഇവിടെ. അപ്പൊ മോനെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എന്തായാലും നൈസ് പെർഫോമൻസ്, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ചേച്ചി. ഗൗതം കുട്ടാ, എന്തായാലും ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടേ പോളൂ. ഇത്രയും നിനക്ക് പഠിക്കാൻ എന്താ പറയാ, ഇനി നീ സുഖമായിട്ട് മലയാളത്തിന്റെ ഒരു എസ്സേ പറഞ്ഞാലും ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ സുഖമായിട്ട് പഠിക്കും. കാരണം ഇത്രയും പഠിച്ചു കാണാപ്പാടം ഒരു എന്താ പറയാ, ഇത്ര എപ്പോഴും പഠിച്ചിട്ടുണ്ടോ? ഇത്ര എഴുതാൻ പറ്റിയിട്ടുണ്ടോ നിനക്ക് സ്കൂളില്? കണ്ടോ, അതുപോലെയാണ് ഒരു ഇത് കാണാപ്പാടം പഠിച്ച് പാടി എനിക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. നമുക്കൊന്നും ഇപ്പോഴും ഇത്രയും പാട്ട് പാടിയാലും നമുക്ക് സ്റ്റാൻഡ് വെച്ചില്ലെങ്കിൽ ഒരു ധൈര്യക്കുറവാ, ഒരു പേടിയാ. നിങ്ങൾ അതുവരെ ബൈഹാർട്ട് ചെയ്ത് പാടാൻ വരെ നിങ്ങളെ ഒരു ആ ഒരു ഭയങ്കര ഒരു ഇതാണ് കേട്ടോ, വലിയൊരു കാര്യമാണ്. നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെടുക്കുവാണ് കേട്ടോ, വേറൊന്നുമില്ല. അപ്പൊ ഇനി നമ്മൾ ഒന്നും കൂടെ നെക്സ്റ്റ് ലെവൽ പെർഫോമൻസിലോട്ട് കടക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ മനസ്സിലായി ഇത്രയും നേരം ഈ ഒരു കൊച്ചു ക്ലാസ്സിലൂടെ? എന്തൊക്കെ പാഠം ഉൾക്കൊണ്ടു? പഞ്ച്, പവർ, ഇടിച്ച് ആവുമ്പോ ഇനി അടുത്ത പാട്ട് പാടുമ്പോഴേ ആ ബസ്സിലൊക്കെ നല്ല ഇടി കൊടുത്തു. കാരണം ഷാനൊക്കെ പറഞ്ഞു നല്ല ഇടിച്ച് പാടണം, പഞ്ച് പവറൊക്കെ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, കേട്ടോ, അമ്മിടുക്കാൻ സൂപ്പർ. താങ്ക് യു. ഓക്കെ, നമുക്കിനി മാർക്സ് ചോദിക്കാം. ഓക്കെ ഹരിച്ചേട്ടാ,
ഓക്കെ ഗൗതം, സോ ഇന്നത്തെ പെർഫോമൻസിന് 8. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. ഗൗതം ഇതൊക്കെ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. ഇപ്പൊ ഇനി വേറൊരു സ്റ്റേജിൽ പോയിട്ട് ഗൗതം ഇതേ സോങ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഓക്കെ, 8. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ഗൗതം എന്റെ മാർക്കും സെയിം 8. താങ്ക് യു. 24 ഔട്ട് ഓഫ് 30 ആണ് കിട്ടിയിട്ടുള്ളത്. ഗൗതം അവനത് എക്സ്പെക്ട് ചെയ്തില്ല എന്ന് തോന്നുന്നു. അവന് മുഖത്ത് ഇപ്പൊ ഒരു സന്തോഷമൊക്കെ വന്ന്. സന്തോഷാണോ? ഒരുപാട് എഫേർട്ട് എടുത്തില്ലേ അതിന്? അതെ 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 അത്രയും കഷ്ടപ്പെട്ട് ആ എഫേർട്ടിനാണ് ഈ പറഞ്ഞ കുതിരപ്പവൻ. അതെ. ബസ്സൊക്കെ കൊണ്ടുവന്ന സ്ഥിതിക്ക് നമുക്ക് ഏതെങ്കിലും ഒരു സീൻ ചെയ്യാലോ? എനിക്ക് ആകെ അറിയുന്ന ബുക്കാറോ ചിന്നക്കുട്ടിയാ. ആ എന്നാ ചെയ്യത് കൊള്ളാം. ചെയ്. പള്ളിയിറക്കം കഴിഞ്ഞാ അവനിങ്ങോട്ട് വന്ന മുമ്പേ പടിയിറങ്ങിക്കോ. ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. വേഗം സ്ഥലം വിട്ടോ. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. ആ ബുക്കാറോ ട്രെയിന്റെ സമയമൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ബുക്കാറല്ലേ വീട്? കൈവച്ച് ബുക്കാറോ എന്ന് പറഞ്ഞ ആ സാധാരണ ഞങ്ങൾക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു മുക്കാറ. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഇത് ഏത് ഭാഷ? അത് പറ, ഞാൻ പറയാ. ഇത് മലയാളം അല്ല. പണ്ടാറടങ്ങാനായിട്ട് ഇതിന് ഏത് ഭാഷ പറഞ്ഞ് പുറത്തേക്ക് ഇറക്കും? ഞാൻ പറയാ. സാരേ ജഹാംസെ അച്ഛ, ഈ വണ്ടിക്കകത്ത് കയറിയത് സാറിന് ഇഷ്ടായില്ല. ഹിന്ദു സിത്ത ഹമാര ഹമാര. ഈ വണ്ടി ഞങ്ങളുടെയാണ് ഞങ്ങളുടെയാണ്. അയ്യോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ അശോകൻ ചേട്ടാ ബൈ. ചേട്ടൻ കരകി. ഓക്കെ ഗൗതു, താങ്ക് യുടാ. എനിക്കും പെർഫോം ചെയ്യാൻ അവസരം തന്നേന്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അടുത്ത പെർഫോമൻസ് നമുക്ക് തകർക്കാം. ഓക്കെ.